AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് കത്ത് നൽകി കർണാടകയിൽ നിന്നുള്ള 7 കോൺഗ്രസ് നേതാക്കൾ കോലാർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നാണ് ആവശ്യം. 3 MLA-മാരും 2 MLAC-മാരും ഉൾപ്പെടെയാണ് കത്ത് നൽകിയത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ ഹൈക്കമാൻഡെ കണ്ട് സംസാരിക്കുകയാണ് സിദ്ധരാമയ്യ. അതിനിടയിൽ ഇപ്പോഴിതാ MLA-മാർ കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കത്ത് നൽകിയിരിക്കുന്നു ഖർഗെയ്ക്ക് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇവരുടെ ആവശ്യം? അമൃത, നേരത്തെ തന്നെ 3 തവണ MLA-മാരായവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയ്ക്ക് തന്നെ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കത്ത് നൽകിയിരിക്കുന്നത്. 7 കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിൽ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് നൽകിയതിൽ 3 MLA-മാരും ഒപ്പം 2 MLC-മാരും ഉൾപ്പെടെയാണ് കത്ത് നൽകിയിട്ടുള്ളത്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കോലാർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾക്ക് 3 മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നാണ് ആവശ്യം. അത് ദളിത് കോട്ടയിൽ SN നാരായണസ്വാമിക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നും ആ കത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനറൽ കോട്ടയിൽ KY നഞ്ചയ് ഗൌഡ, ഒപ്പം തന്നെ കോദൂർ G മഞ്ജുനാഥ് എന്നിവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇത് പരിഗണിക്കുമെന്നൊരു വിശ്വാസമുണ്ടെന്നൊക്കെ നേതാക്കൾ നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ അവർ ഇത്തരത്തിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. 3 തവണ MLA-മാരായവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ചില നേതാക്കൾ പിന്നാലെ തന്നെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ മല്ലികാർജുൻ ഖർഗെയുമായി സിദ്ധരാമയ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേതാക്കളെത്തി കത്ത് നൽകിയിരിക്കുന്നത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.